ഹലോ എവ്രി വൺ വെൽക്കം ടു രാജ് ടോക്സ്. അങ്ങനെ ഒരു ദിവസം അങ്ങ് ലീവ് എടുത്തിട്ട് കുത്തിയിരുന്ന് ഒരുപാട് സിനിമകൾ കണ്ടു തീർക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് എൻ്റെ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. രാവിലെ തന്നെ ഭയങ്കര തണുപ്പ് കാരണം മെൽബണിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ 4 ഡിഗ്രി 3 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ കാറ്റ്, ചെറിയ ചാറ്റൽ മഴ. ആരാണ് ഒരു അവധി ആഗ്രഹിക്കാത്തത്? ഞാനും അത് തന്നെ ചെയ്തു. ലീവ് എടുത്തു, കുറേ സിനിമകൾ ലിസ്റ്റ് ചെയ്തു, അങ്ങനെ ഓരോന്നായിട്ട് കണ്ടു. അതിൽ എല്ലാ പടവും വർത്ത് മെൻഷനിങ് അല്ല. പക്ഷേ ഈ ഒരു പടം, അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന പടം സൂപ്പർ ബോയ്സ് ഓഫ് മലേഗാവ്. മലേഗാവ് മഹാരാഷ്ട്രയിലെ ഒരു സിറ്റി എന്നാണ്. ഇതിനെക്കുറിച്ച് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ഗൂഗിളിലായിരുന്നു. ഈ പടത്തിനെക്കുറിച്ച് മുഴുവൻ സെർച്ച് ചെയ്തു. ഇതിൻ്റെ ഒരുപാട് ഹിസ്റ്ററി എടുത്തു. അതെല്ലാം ഞാൻ ഇവിടെ വിളമ്പുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷേ സ്പോയിലറായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരൊറ്റ ആളെ മാത്രമേ, ഇയാളുടെ ഒരു പടം മാത്രമേ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളൂ. ആദർശ് ഗൗറവ്. പുള്ളി ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ദ വൈറ്റ് ടൈഗർ എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു മൂവിയുണ്ട്. പ്രിയങ്ക ചോപ്ര, രാംകുമാർ റാവ്. അതിൽ വേറൊരു ക്യാരക്ടർ, ഡ്രൈവറിൻ്റെ ക്യാരക്ടറായിട്ടാണ് ആദർശ് ഗൗറവ് അഭിനയിച്ചിട്ടുള്ളത്. ആ ഫിലിമിൽ ഞാൻ വിചാരിച്ചു രാംകുമാർ റാവും പ്രിയങ്ക ചോപ്രയായിരിക്കും അടിപൊളിയായിട്ട് വരാൻ പോകുന്നത്. അവരുടെയൊക്കെ മേളിൽ ഈ പുള്ളിയുടെ ആക്ടിങ് നിന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്കവാറും, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി പടമാണ്. പിന്നെ ഈ ആദർശ് ഗൗരവിൻ്റെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ സമയത്തുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല. പുള്ളിയാണ് എനിക്ക് ആകെ ഇതിനകത്ത് അറിയുന്ന ഒരു ആക്ടർ. ബാക്കി എല്ലാവരും, ഞാൻ എല്ലാവരുടെയും പേര് വായിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർത്ത് മെൻഷനിങ് ആണ്. കിടിലം ആക്ടേഴ്സ്, നമ്മൾ ഞെട്ടിപ്പോയി ഇവരുടെയൊക്കെ പെർഫോമൻസ്. ചിലപ്പോൾ ഇവർ ഒക്കെ ഒരുപാട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ടാകും, ഞാൻ കാണാത്തതായിരിക്കാം. മുസ്കാൻ ജാഫ്രി, ശശാങ്ക് അറോറ, വിനീത് കുമാർ സിംഗ്, ഋദ്ധിക് കുമാർ, മഞ്ജരി പുപ്പാല. ഈ മഞ്ജരി പുപ്പാല ഒരു എന്താ പറയുക, സ്റ്റേജ് ഡാൻസറും അങ്ങനെ ആക്ട്രസ് ആയിട്ടൊക്കെ വരുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ. പുള്ളിക്കാരിയുടെ ഒരു ഏക് ദോ തീൻ ആ നമ്പറല്ല, പഴയ മാധുരി ദീക്ഷിത്തിൻ്റെ ആ ഡാൻസ് നമ്പറൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റേജിലെ പെർഫോമൻസ്, എന്നിട്ട് സിനിമയിലെ ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ പുള്ളിക്കാരിയുടെ പെർഫോമൻസൊക്കെ ടോപ്പ് നോച്ച്. നമ്മൾ ഇവരൊക്കെ എന്തുകൊണ്ട് മെയിൻ സ്ട്രീം ആക്ടേഴ്സായിട്ട് വരുന്നില്ല എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു ബഞ്ച് ഓഫ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസാണ്. ഡയറക്ടറിൻ്റെ പേരാണ് എടുത്തു പറയേണ്ടത്. പുള്ളിക്കാരിയുടെ ലൈൻ ഓഫ് വർക്ക്സ് പറയുമ്പം നമ്മൾ ഞെട്ടും. അതായത് ഓക്കെ, ഇവർ ഇത്രയും സ്റ്റഫുള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷേ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഓൾറെഡി സിനിമയെ പറ്റി അറിയായിരിക്കും, ഇവരെ പറ്റി അറിയായിരിക്കാം. എനിക്ക് പുതിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത്. റീമ കഗാട്ടി, കഗട്ടി, അവരുടെ വർക്ക് എന്ന് പറയുന്നത് തലാഷ് ദാദ്. ദാദ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നല്ലോ, ശത്രുഘ്ൻ സിൻഹയുടെ മോള്, പേര് മറന്നുപോയി. പിന്നെ ഹണിമൂൺ ട്രാവൽസ് ആയിരുന്നു അവരുടെ ഫസ്റ്റ് പടം. ഈ പടങ്ങളുടെയൊക്കെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നതും ഇവർ തന്നെയാണ്. അപ്പം അവരുടെ ടാലൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ ഇനി വരുന്ന പടങ്ങളെല്ലാം ഇനി തിരഞ്ഞു പിടിച്ച് കാണണം. ഇനി ഇതിനകത്ത് ഒരുപാട് പടങ്ങൾ വിക്കിപീഡിയ ഞാൻ എടുത്തപ്പോൾ അതിനകത്ത് മിസ്സായിപ്പോൾ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇവരുടെ ഒരു വലിയ ഫാനായിപ്പോൾ. ഇവരത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 1997 മലേഗാവ്, മഹാരാഷ്ട്രയിലെ ഒരു സിറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് ഗൂഗിൾ ചെയ്തപ്പോൾ. അവിടെ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ്, അവർക്ക് പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നതാണ്. ഫോട്ടോഗ്രാഫി, ടെക്സ്റ്റൈൽ, അങ്ങനെ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ കവറിങ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ്. ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഇവർക്കൊരു ചെറിയ തിയേറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രോപ്പർ സെറ്റപ്പ് അല്ല, ഒരു 5-6 കസേരയും വലിച്ചിട്ട് ഒരു ടാർപ്പാളിയും കെട്ടിയിട്ടുള്ള സെറ്റപ്പ് പോലത്തെ ഒരു തിയേറ്റർ. അവിടെ ഇവർ എവിടെയെങ്കിലും നിന്നൊക്കെ സിനിമകളൊക്കെ കൊണ്ടുവന്നിട്ട്, മറ്റേ പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂക്കയുടെ വീട്ടിലൊരു ഇത് കാണിക്കില്ലേ, ഗ്രീൻ റെഡ് യെല്ലോ അങ്ങനെ 3 ലൈറ്റ് സ്ട്രീം ചെയ്തിട്ട് ഒരു പ്രൊജക്ഷൻ പോലെ ചെയ്തിട്ട് സ്ക്രീനിൽ വരുന്ന അതുപോലത്തെ ഒരു സെറ്റപ്പിൽ ഇവരൊരു തിയേറ്റർ പോലത്തെ സ്ഥലത്ത് സിനിമ കളിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നാട്ടിലെ ആൾക്കാർ വരും. എന്നിട്ട് ഇവർ തന്നെ ഈ വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യുന്ന ആദർശ് ഗൗരവ്, പുള്ളിയുടെ ഐഡിയയിൽ ഇവർ എഡിറ്റ് ചെയ്തിട്ട് ഹലാൽ സിനിമ എന്ന് പറയും. അത് രസമാണ്. ആ കോൺസെപ്റ്റ് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇവർ എഡിറ്റ് ചെയ്യും. അതായത് നമുക്ക് പണ്ട് ഈ അടിപ്പടം അല്ലെങ്കിൽ കോമഡി ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ഒരുപാട് സിനിമയിലെ കോമഡി രംഗങ്ങൾ, ഒരുപാട് സിനിമയിലെ അടികൾ, അങ്ങനെ സ്റ്റണ്ട് സീൻസ്, ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഒറ്റ സിനിമയായിട്ട് ഇവർ തിയേറ്ററിൽ കളിപ്പിക്കും. അപ്പം ഞാനത് മുഴുവൻ കഥ പറയുന്നില്ല, ഇത് ജസ്റ്റ് ഒരു പ്ലോട്ട്, എങ്ങനെയാണ് ഇവർ ഇതിലോട്ട് വരുന്നതെന്നുള്ള, മെയിൻ കഥയിലോട്ട് വരുന്നതെന്നുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് ആവും. അങ്ങനെ ഈ നമ്മുടെ ബാവൂട്ടിയുടെ നാമത്തിൽ നിന്നുള്ള സിനിമയിലൊക്കെ പോലെ ഹോം വീഡിയോസ്, അതായത് കാസർഗോഡ് ആ ഭാഗത്തോട്ടൊക്കെ അവർ ഹോം വീഡിയോസ് ചെയ്യുന്നത് ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇവരിവിടെ സ്പൂഫ് സിനിമകൾ ചെയ്യാൻ തുടങ്ങും. സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഷോലായി, അവിടുത്തെ ആക്ടേഴ്സിനെ വെച്ച് അവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ഷോലായി.
അങ്ങനെ ഈ സംഭവം ആ നാട്ടിൽ ഹിറ്റാവുന്നു. പിന്നെ തുടർന്ന് സംഭവിക്കുന്ന ഇതാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് സിനിമയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷെ ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പക്ഷെ ഇവര് ഇവരുണ്ടാക്കുന്നത് ഇവരുടെ ഐഡിയ എല്ലാം ഇതുപോലത്തെ സ്പൂഫ് സിനിമകളാണെങ്കിൽ കൂടെ ഇതിനൊരു ഡയറക്ടർ വേണം, ഇതിനൊരു റൈറ്റർ വേണം, ഇതിന് എഡിറ്റിംഗ് കാര്യങ്ങളുണ്ട്. ഇപ്പം ട്രാക്ക്, ട്രോളി അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ഇവരുടെ ടെക്നോളജി 1997 അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടൊക്കെ ചെയ്ത് കൊണ്ടുവരുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് അതൊക്കെ നമ്മളെ ചിരിപ്പിക്കും, ഒരുപാട് ചിന്തിപ്പിക്കും. അതായത് ഒരു പാഷൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നോ പറയുന്ന ഒരുപാട് ആൾക്കാർ, ഇവർ മാത്രം ഇവരെ വിശ്വസിച്ച് അവസാനം ഇവർക്ക് ഫണ്ടിങ് വരുന്ന വഴികൾ, അങ്ങനെ ഫുൾ ഇൻട്രസ്റ്റിംഗ് പരിപാടികളാണ്. പിന്നെ സിനിമയിലൊരു ആക്ട്രസ് വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരുടെ തിരച്ചിൽ, പിന്നെ അവർ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള ഇത്, അങ്ങനെ ഇവരൊരു പോയിന്റിൽ സക്സസ് ആവുന്നു. അപ്പോൾ സക്സസ്സിൽ ആർക്കൊക്കെ സക്സസ് കിട്ടുന്നു, ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എങ്ങനെ ഒരു പ്രശ്നം പറ്റുന്നു. ഇപ്പം ഈ ഫ്രണ്ട്സിൽ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ തളർന്നു പോകുമ്പോൾ ഇനി എന്ത് പ്രശ്നവും നോക്കാതെ തിരിച്ചു വരുന്ന ആളുകളുണ്ടാവും. ചില ട്രൂ ആയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമുക്കറിയാം, അതായത് നമ്മൾ പോയിട്ട് അവരോട് പറയും, അല്ല ഇന്നോലൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ഊർജ്ജവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എടാ നിനക്ക് പറ്റും. അതായത് അത് വെറുതെ മോട്ടിവേറ്റ് ചെയ്യാനല്ല, ശരിക്കും നമ്മളെ അറിയാവുന്ന ഒരു ഫ്രണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കിതിലൂടെ നമുക്കിങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഇതെനിക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ സ്ട്രഗിള്, അവരുടെ ഇടയിലുള്ള ഫൈറ്റ്സ്, അവരുടെ ഇമോഷൻസ്, ഭയങ്കര എന്താ പറയുക, ബ്യൂട്ടിഫുള്ളി ക്യാപ്ചേർഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, അങ്ങനെ അതെല്ലാം കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. പക്ഷേ ഈ സിനിമയുടെ ഒരു ടോട്ടൽ പഞ്ച്, അതായത് ഇതിൻ്റെ ഒരു ഫുൾ ഇമോഷനാണോ, നമ്മളെ ഈ പടം കരയിപ്പിക്കും. അതായത് എന്നെ കരയിപ്പിച്ചിരിക്കും. ഞാൻ ഭയങ്കര ഇമോഷണലി ഇതായിപ്പോയി. അങ്ങനെ ആവുന്നൊരു പോയിന്റ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലോട് എത്തുമ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ഈ സിനിമയുടെ ഒരു ടോട്ടൽ ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ, ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവ്, നിങ്ങൾ മറ്റു റിസർച്ചുകളൊന്നും ചെയ്യാതെ ഇതിൻ്റെ സിനോപ്സിസ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ചെയ്യാതെ ഡയറക്റ്റ് ഇത് കാണുക. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ടുവേർഡ്സ് ക്ലൈമാക്സ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് വരും. നിങ്ങൾ കുറേ കാര്യങ്ങൾ 100% നെറ്റിൽ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ പ്ലീസ് ടു വാച്ച് സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവ്. കാരണം പടം 2025 ഫെബ്രുവരിയിലാണ് തിയേറ്ററിൽ റിലീസായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്ലോപ്പ് എന്നാണ് വിക്കിപീഡിയ അല്ലെങ്കിൽ IMDb കാണിക്കുന്നത്. പിന്നെ അതിനുശേഷം ആസ് യൂഷ്വൽ ക്രിട്ടിക്സ് എല്ലാം പൊക്കി എടുത്ത് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമയെന്നോ ഡയറക്ഷൻ ബ്രില്യൻസ് എന്നോ എന്തൊക്കെ പറഞ്ഞ് വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യമില്ല. അറ്റ്ലീസ്റ്റ് സ്ട്രീമിങ്ങിലെങ്കിലും അവർക്ക് കുറച്ച് കാശ് കിട്ടട്ടെ. ബോളിവുഡിൽ നല്ല സിനിമകൾ വരുന്നുണ്ട്, അത് നോട്ടീസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു മെയിൻ സ്ട്രീമിലോട്ട് വന്നാൽ ആരും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ മ്യൂസിക് ലിറിക്സ് ബൈ ജാവേദ് അക്തർ. പിന്നെ എനിക്ക് രണ്ടാമത് അറിയാവുന്ന ഈ സിനിമയിലെ ഒരു വ്യക്തി പുള്ളിയായിരുന്നു. പക്ഷേ ഡയറക്ടറിനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുള്ളിക്കാരിയുടെ ലൈൻ ഓഫ് വർക്ക്സ് എല്ലാം അടിപൊളിയാണ്. സോ വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ യുവർ തോട്ട്സ്. പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.